ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 6th സ്റ്റാൻഡേർഡിലെ ക്ലാസ്സിനോട് അനുബന്ധിച്ചുള്ള ആക്ടിവിറ്റികളാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് പാഠഭാഗം ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്തായിരുന്നു ഈ പാഠഭാഗത്തിൽ നമുക്ക് സർ പറഞ്ഞത്? ഒരു സ്പീച്ചാണ്, മലാല യൂസഫ്സായിയുടെ ഒരു സ്പീച്ച്. നമുക്കൊന്ന് നോക്കാം. One child, one teacher, one pen and one book can change the world. ഒരു കുട്ടി, ഒരു അധ്യാപിക, ഒരു പെൻ, ഒരു ബുക്ക് കാൻ ചേഞ്ച് ദ വേൾഡ്. എന്താണ്? വേൾഡ് മാറ്റിമറിക്കാൻ, നമ്മളെ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയും. ഓക്കെ, നമുക്ക് സ്പീച്ചിലേക്ക് കിടക്കാം. റെസ്പെക്റ്റഡ് എൽഡേഴ്സ് ആൻഡ് മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ബഹുമാന്യനായ മുതിർന്ന ആളുകളെ, എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ. Today it is an honor for me to be speaking again after a long time. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇന്ന് ഞാനിങ്ങനെ നിങ്ങളോടൊരു അഭിമാനത്തോടു കൂടി എനിക്ക് സംസാരിക്കുന്നത്. Being here with such a honorable people is a great moment in life. ഇത്രമാത്രം ആദരണീയനായ വ്യക്തികളോടൊപ്പം ഞാൻ ഇന്ന് സംസാരിക്കുന്നതിനുള്ള ഈ ദിവസം എന്ന് പറയുന്നത് എ ഗ്രേറ്റ് മൊമെൻറ്റ് ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ നിമിഷങ്ങളിലൊന്നാണെന്നാണ് പറയുന്നത്. ഒരു മഹത്തായൊരു നിമിഷമാണ്. ഐ ഡോണ്ട് നോ വേർ ടു ബിഗിൻ ഇൻ മൈ സ്പീച്ച്. എനിക്കറിയില്ല വേർ ടു ബിഗിൻ മൈ സ്പീച്ച്. ബിഗിൻ, ആരംഭിക്കുക. എൻ്റെ സ്പീച്ച് എങ്ങനെ ആരംഭിക്കണമെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വാട്ട് പീപ്പിൾ വുഡ് ബി എക്സ്പെക്റ്റിംഗ് മീ ടു സേ. എനിക്കറിയില്ല എന്ത്? വാട്ട് പീപ്പിൾ വുഡ് ബി എക്സ്പെക്റ്റിംഗ് മീ ടു സേ. ജനങ്ങൾ എന്നിൽ നിന്ന് ഞാൻ എന്തു പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എക്സ്പെക്ട് മീൻസ് പ്രതീക്ഷിക്കുന്നത്. എനിക്കറിയില്ല. ബട്ട് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഗോഡ്. എന്താണ് ആദ്യം പറയുന്നത്? താങ്ക് യു, ഗോഡിനോട് നന്ദി പറയുന്നു. ഫോർ ഹും വി ഓൾ ആർ ഈക്വൽ ആൻഡ് താങ്ക് യു എവറി പേഴ്സൺ ഹു ഹാസ് പ്രേഡ് ഫോർ മൈ ഫാസ്റ്റ് റിക്കവറി ആൻഡ് എ ന്യൂ ലൈഫ്. അതുപോലെ തന്നെ എൻ്റെ ഫാസ്റ്റ് റിക്കവറി, എനിക്ക് പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ തരണം ചെയ്യാൻ കഴിഞ്ഞതിലും എനിക്കൊരു പുതിയ ജീവിതം കിട്ടിയതിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും എവരി പേഴ്സൺ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഐ കനോട്ട് ബിലീവ് ഹൗ മച്ച് ലവ് പീപ്പിൾ ഹാവ് ഷോഡ് മീ. എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നെ ജനങ്ങൾ എൻ്റെ മേലുള്ള അർപ്പിച്ച ആ സ്നേഹം, അവർ എനിക്ക് തന്ന സ്നേഹം എത്രമാത്രമെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഐ ഹാവ് റീച്ച്ഡ് തൗസൻഡ്സ് ഓഫ് ഗുഡ് വിഷസ്, കാർഡ്സ് ആൻഡ് ഗിഫ്റ്റ്സ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ്. എനിക്ക് ഓൾ ഓവർ ദ വേൾഡ്, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നാണ് പറയുന്നത്, വിഷസ് കാർഡ്സ് ലഭിച്ചിട്ടുണ്ട്, ഗിഫ്റ്റ്സ്, അതുപോലെ തന്നെ ഒരുപാട് സമ്മാനങ്ങളും. തൗസൻഡ്സ് ഓഫ് ഗുഡ് വിഷസ്, നല്ല വിഷ് കാർഡ്സും അതുപോലെ തന്നെ ഗിഫ്റ്റ്സും പല വേൾഡിൻ്റെ പല ഭാഗങ്ങളിലും, എല്ലാ ഭാഗങ്ങളിൽ നിന്നും, ഓൾ ഓവർ ദ വേൾഡ്, ആ ഭാഗങ്ങളിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു ഓൾ ഓഫ് ദം. അവർക്ക് എല്ലാവർക്കും നന്ദി പറയാണ്. താങ്ക് യു ഓൾ ഓഫ് ദം. താങ്ക് യു ടു ദ ചിൽഡ്രൻ വാസ് ഇന്നസെൻറ്റ് വേർഡ്സ് എൻകറേജ്ഡ് മീ. പിന്നെ ആരാണ് പറയുന്നത്? ചിൽഡ്രൻ വാസ് ഇന്നസെൻറ്റ് വേർഡ്. അവർ ഇന്നസെൻറ്റ് വേർഡ്സ് മീൻസ് നിഷ്കളങ്കമായ വാക്കുകൾ. എൻകറേജ്ഡ് മീ, എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അവർ പറഞ്ഞ ആ ഇന്നസെൻറ്റ് വേർഡ്സ് ഇല്ലേ, ചിൽഡ്രൻ പറഞ്ഞ് ഇന്നസെൻറ്റ് വേർഡ്സിനും താങ്ക് യു പറയണം. താങ്ക് യു ടു മൈ എൽഡേഴ്സ് വാസ് പ്രേയേഴ്സ് സ്ട്രെങ്തൻ മീ. അതുപോലെ തന്നെ എനിക്ക് ശക്തി തരുന്നതിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ മുതിർന്ന ആളുകൾക്കും നന്ദി പറഞ്ഞു. ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഡു റിമെമ്പർ വൺ തിങ്. നിങ്ങൾ ഒരു കാര്യം ഓർമ്മിക്കുക. മലാല ഡേ ഇസ് നോട്ട് മൈ ഡേ. മലാല ഡേ എന്ന് പറയുന്നത് എൻ്റെ ദിവസമല്ല, എൻ്റെ ദിനമല്ല. ടുഡേ ഇസ് ദ ഡേ ഓഫ് എവരി വുമൺ. ടുഡേ എന്ന് പറയുന്നത്, ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകളുടെയും ദിവസമാണ്. എവരി ബോയ് ആൻഡ് എവരി ഗേൾ ഹു ഹാവ് റേസ്ഡ് ദെയർ വോയിസ് ഓഫ് ദെയർ റൈറ്റ്സ്. ഇങ്ങനെയാണ് ഓരോ ആൺകുട്ടിയുടെയും ഓരോ പെൺകുട്ടിയുടെയും ഹു ഹാവ് റേസ്ഡ് ദെയർ വോയിസ് ഫോർ ദെയർ റൈറ്റ്സ്. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ച ഓരോ ആൺകുട്ടിയുടെയും പെൺകുട്ടികളുടെയും ദിനമാണ്. There are hundreds of human rights activists and social workers who are not only speaking for human rights, but who are struggling to achieve their goals of education, peace and equality. There are hundreds of human rights activities. നൂറോളം ഹ്യൂമൻ റൈറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് മനുഷ്യാവകാശ പ്രവർത്തകരില്ലേ, അവരെയാണ് ഹ്യൂമൻ റൈറ്റ് ആക്ടിവിറ്റീസ്. ആൻഡ് സോഷ്യൽ വർക്കേഴ്സ്, സാമൂഹ്യ പ്രവർത്തകർ. who are not only speaking for human rights. അവരെന്താണ്? ഹ്യൂമൻ റൈറ്റ്സിന് മാത്രം വേണ്ടിയിട്ടല്ല, മനുഷ്യാവകാശങ്ങൾക്ക് മാത്രം വേണ്ടിയിട്ടല്ല സംസാരിക്കും. ബട്ട് who are struggling to achieve their goals of
എഡ്യൂക്കേഷൻ, പീസ് ആൻഡ് ഈക്വാളിറ്റി. അതുപോലെ തന്നെ അവർ എന്തിനു വേണ്ടി അച്ചീവ് ചെയ്യുന്നു? സ്ട്രഗിൾ ചെയ്യാണ്. അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ദെയർ ഗോൾസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന ലക്ഷ്യം നേടുന്നതിനും, അതുപോലെ തന്നെ സമാധാനം, പീസ് ആൻഡ് ഈക്വാളിറ്റി, സമത്വം, സമാധാനം, വിദ്യാഭ്യാസം എന്നീ ലക്ഷ്യങ്ങൾ നേടുന്നതിനും അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ. Thousands of people have been killed by the terrorists. Millions have been injured. ആയിരത്തോളം ആളുകൾ killed by the terrorists, തീവ്രവാദികളാൽ കൊല്ലപ്പെട്ടു. And millions have been injured. മില്യണോളം ആളുകൾ പരിക്കേറ്റിട്ടുമുണ്ട്. I am just one of them. ഞാൻ അതിൽ ഒരാൾ മാത്രമാണ്. Dear sisters and brothers, we realize the importance of light when we see darkness. Dear sisters and brothers, പ്രിയ സഹോദരന്മാരെ, നമ്മൾ തിരിച്ചറിയും, we realize the importance of light. നമ്മൾ വെളിച്ചത്തിൻ്റെ, പ്രകാശത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുന്നത് എപ്പോഴാണ്? വെൻ വി സീ ഡാർക്ക്നെസ്. നമ്മൾ ഇരുട്ടിലാകുമ്പോഴാണ് നമ്മൾ വെളിച്ചത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുന്നത്. വി റിയലൈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് അവർ വോയിസ് വെൻ വി ആർ സൈലൻസ്ഡ്. നമ്മളുടെ വോയിസ്, സൗണ്ടിൻ്റെ, അതായത് ശബ്ദത്തിൻ്റെ വില തിരിച്ചറിയുന്നത് എപ്പോഴാണ്? വെൻ വി ആർ സൈലൻസ്ഡ്. നമ്മൾ നിശബ്ദരാകുക, അതായത് നമ്മൾക്ക് സംസാരിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് നമ്മൾ എന്തിൻ്റെ വില തിരിച്ചറിയുന്നത്? നമ്മുടെ വോയിസിൻ്റെ വില തിരിച്ചറിയുന്നത്. ഇൻ ദ സെയിം വേ വെൻ വി ആർ ഇൻ സ്വാദ് ആൻഡ് ദ നോർത്ത് ഓഫ് പാകിസ്ഥാൻ. ഞങ്ങൾ സ്വാദ് എന്ന നോർത്ത് ഓഫ് പാകിസ്ഥാനിലായിരുന്നപ്പോൾ വി റിയലൈസ്ഡ്, ഞങ്ങൾ തിരിച്ചറിഞ്ഞു, ദ ഇമ്പോർട്ടൻസ് ഓഫ് പെൻ ആൻഡ് ബുക്സ് വെൻ വി സോ ദ ഗൺസ്. തോക്കുകളെ കണ്ടപ്പോൾ ഞങ്ങൾ തിരിച്ചറിഞ്ഞു. എന്താണ് തിരിച്ചറിഞ്ഞത്? ഇമ്പോർട്ടൻസ് ഓഫ് പെൻ ആൻഡ് ബുക്സ്. പേനയുടെയും ബുക്കിൻ്റെയും വില ഞങ്ങളന്ന് തിരിച്ചറിഞ്ഞു എന്നാണ് പറയുന്നത്. The wise saying, the pen is mightier than the sword, was true. The wise saying, wise എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള, wise saying, ബുദ്ധിയുള്ള ആൾക്കാരെന്താ പറയുന്നത്? The pen is mightier than sword was true. പെന്നിന് വാളിനേക്കാൾ മൂർച്ചയുണ്ട്, അതായത് വാളിനേക്കാൾ മൂർച്ചയുള്ള ഒന്നാണ് പെൻ എന്നാണ്. ശക്തനായ, കരുത്തനായ ഒന്നാണ് പെൻ. എന്നോട് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? എഡ്യൂക്കേഷൻ. ദ എക്സ്ട്രീമിസ്റ്റ് ആർ അഫ്രൈഡ് ഓഫ് ബുക്സ് ആൻഡ് പെൻസ്. അതുപോലെ തന്നെ എക്സ്റ്റർമിസ്റ്റ്, ഭീകരവാദികൾ എന്തിനെ അഫ്രൈഡ് ചെയ്യുന്നു? പേടിക്കുന്നു. അഫ്രൈഡ് മീൻസ് പേടിക്കുക. ബുക്സ് ആൻഡ് പെൻസ്, ബുക്കുകളെയും പേനകളെയും പേടിക്കുന്നു. ഇവിടെയും എന്താണ്? എഡ്യൂക്കേഷനെയാണ് പറയുന്നത്. ദ പവർ ഓഫ് എഡ്യൂക്കേഷൻ ഫ്രൈറ്റൻസ് ദം. അവരെ എഡ്യൂക്കേഷൻ്റെ ആ പവർ, ആ ശക്തി അവരെ പേടിപ്പിക്കുകയാണ്. ദേ ആർ അഫ്രൈഡ് ഓഫ് വുമൺ. അവർ സ്ത്രീകളെയും പേടിക്കുന്നു. ദ പവർ ഓഫ് ദ വോയിസ് ഓഫ് വുമൺ ഫ്രൈറ്റൻസ് ദം. അവർ സ്ത്രീകളുടെ ആ സൗണ്ടിൻ്റെ പവറിന്, ആ ശക്തിയെയും അവർ പേടിക്കുന്നുണ്ട്. ഹോണറബിൾ സെക്രട്ടറി ജനറൽ, പീസ് ഇസ് നെസസറി ഫോർ എഡ്യൂക്കേഷൻ. ആദരണീയനായ, ബഹുമാന്യനായ സെക്രട്ടറി ജനറലോട് പറയാണ്, പീസ് ഈസ് നെസസറി ഫോർ എഡ്യൂക്കേഷൻ. പീസ്, സമാധാനം എഡ്യൂക്കേഷൻ അത്യാവശ്യമായ ഒന്നാണ്. ഇൻ മെനി പാർട്സ് ഓഫ് ദ വേൾഡ് ടെററിസം, വാർസ്, കോൺഫ്ലിക്ട്സ് സ്റ്റോപ്പ് ചിൽഡ്രൻ ഫ്രം ഗോയിങ് ടു സ്കൂൾ. എന്താണ്? ഇൻ മെനി പാർട്സ് ഓഫ് ദ വേൾഡ്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ടെററിസം, ഭീകരവാദം, അതുപോലെ തന്നെ യുദ്ധങ്ങൾ, വാർ മീൻസ് യുദ്ധങ്ങൾ, കോൺഫ്ലിക്ട്സ്, വർഗീയത, സ്റ്റോപ്പ് ചിൽഡ്രൻ ഫ്രം ഗോയിങ് ടു സ്കൂൾ. എന്താണ്? അവരെ സ്കൂളിൽ നിന്നും പോകുന്നതിന് തടയുന്നത് എന്തൊക്കെയാണ്? ടെററിസം, വാർസ് ആൻഡ് കോൺഫ്ലിക്ട്സ്. വി ആർ റിയലി ടയർഡ് ഓഫ് ദസ് വാർസ്. നമ്മൾ യുദ്ധങ്ങളിലെല്ലാം വളരെയധികം ക്ഷീണിച്ചിരിക്കുകയാണ്. വുമൺ ആൻഡ് ചിൽഡ്രൻ ആർ സഫറിങ് ഇൻ മെനി പാർട്സ് ഓഫ് ദ വേൾഡ് ഇൻ മെനി വേയ്സ്. പല തരത്തിലും ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ആളുകൾ, അതായത് സ്ത്രീകളും അതുപോലെ തന്നെ കുട്ടികളും വളരെയധികം സഫർ അനുഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട്. മെനി ഇന്നസെൻറ്റ് ആൻഡ് പുവർ ചിൽഡ്രൻ ആർ വിക്ടിംസ് ഓഫ് ചൈൽഡ് ലേബർ. അതുപോലെ തന്നെ ഒരുപാട് ഇന്നസെൻറ്റ് ആൻഡ് പുവർ ചിൽഡ്രൻ, നിഷ്കളങ്കരും പാവപ്പെട്ടവരും കുട്ടികളെ ആർ വിക്ടിംസ് മീൻസ് ഇര, ഓഫ് ചൈൽഡ് ലേബർ മീൻസ് ബാലവേലയുടെ ഇരയായി തീർന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. യങ് ഗേൾസ് ഹാവ് ടു ഡു ഡൊമസ്റ്റിക് ചൈൽഡ് ലേബർ. യങ്ങായിട്ടുള്ള പെൺകുട്ടികളെ ഹാവ് ടു ഡു, ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. എന്താണ്? ഡൊമസ്റ്റിക് ചൈൽഡ് ലേബർ, ഈ വീട്ടുജോലികളൊക്കെ വേണ്ടിയിട്ട്, അതുപോലെ ബാലവേല അവർ ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. ആൻഡ് ആർ ഫോഴ്സ്ഡ് ടു ഗെറ്റ് മാരീഡ് അറ്റ് എൻ ഏർലി ഏജ്, നേരത്തെ പ്രായത്തിൽ തന്നെ, പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അവർ ഫോഴ്സ്ഡ് ടു ഗെറ്റ് മാരീഡ്, നിർബന്ധിതരാവേണ്ടി വന്നിട്ടുണ്ട്. കല്യാണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് നിർബന്ധിതരാവേണ്ടി വന്നിട്ടുണ്ട്. പോവർട്ടി, ദാരിദ്ര്യം, ഇഗ്നോറൻസ്, നിരക്ഷരത, ഇൻജസ്റ്റിസ്, അനീതി, റേഷ്യസം, വംശീയത ആൻഡ് ദ ഡിപ്രിവേഷൻ ഓഫ് ബേസിക് റൈറ്റ്സ്. അതായത് അടിസ്ഥാന അവകാശങ്ങളുടെ അറിവില്ലായ്മ, അവ എന്താണെന്ന് അറിയാത്ത ആളുകൾ ആർ മെയിൻ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ബോത്ത് മെൻ ആൻഡ് വുമൺ. ഈ പ്രശ്നങ്ങളൊക്കെ ഒരുപോലെ മെൻ ആൻഡ് വുമൺ, സ്ത്രീകളും പുരുഷന്മാരും ഈ പ്രശ്നങ്ങളെല്ലാം നേരിടുന്നുണ്ട്. ഏതൊക്കെ പ്രശ്നങ്ങളാണ്? പോവർട്ടി മീൻസ്
ദാരിദ്ര്യം, ഇഗ്നോറൻസ് നിരക്ഷരത, അറിവില്ലായ്മ, അതാണ് ഇഗ്നോറൻസ്. ഇൻജസ്റ്റിസ് മീൻ അനീതി, റേഷ്യസ് മീൻസ് വംശീയത, ആൻഡ് ഡിപ്രൈവേഷൻ ഓഫ് ബേസിക് റൈറ്റ്സ്, അതായത് അടിസ്ഥാന അവകാശങ്ങളുടെ അറിവില്ലായ്മ. അത് മെയിൻ പ്രോബ്ലംസ്. അതൊക്കെയാണ് സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ഫേസ് ചെയ്യുന്ന മെയിൻ പ്രോബ്ലംസ്. കൂട്ടുകാർക്ക് ഇതുവരെയൊക്കെ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ റിമൈനിങ് പാർട്ട്, ഇതിൻ്റെ ബാക്കിയുള്ള പാർട്ട് വായിച്ചിട്ട് അതിലെ ഡിഫിക്കൽട്ട് വേർഡ്സ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. എക്സ്പ്രഷൻസും അതുപോലെ തന്നെ ഡിഫിക്കൽട്ട് വേർഡ്സും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക. അത് കൂട്ടുകാർക്ക് തനിയെ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. Prepare a picture album of social activists who raise their voice for the education of children and women. Give a short description under each picture or photograph. നിങ്ങളോട് ഒരു പിക്ചർ ആൽബം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പിക്ചർ ആൽബം സോഷ്യൽ ആക്ടിവിസ്റ്റ് ഹു റേസ്ഡ് ദ വോയിസ് ഫോർ ദ എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ ആൻഡ് വുമൺ. സ്ത്രീകളുടെയും കുട്ടികളുടെയും വിദ്യാഭ്യാസത്തിനു വേണ്ടി ശബ്ദമുയർത്തിയ സോഷ്യൽ ആക്ടിവിസ്റ്റുകളുടെ, സാമൂഹ്യ പ്രവർത്തകരുടെ ഒരു പിക്ചർ ആൽബം തയ്യാറാക്കുക. ഗീവ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ അണ്ടർ ഈ പിക്ചർ ഓർ ഫോട്ടോഗ്രാഫ്. ആ പിക്ചറിൻ്റെ ഒരു ഫോട്ടോഗ്രാഫിൻ്റെ താഴെയായിട്ട് ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ, അവരെ കുറിച്ചിട്ടൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ കൂടി എഴുതണം. നമുക്ക് നോക്കാം. Pandita Ramabai was born on 23rd April in the forest of Ganamal in Maharashtra to Lakshmibai, a high-caste Hindu Brahmin named Ananda Shastri. Was a social reformer and was interested in educating girls. He was very learned in Sanskrit and he would read the Puranas in temples for livelihood. ഇതുപോലെ നിങ്ങൾക്ക് ഒരു പിക്ചറും കൊടുത്തിട്ട് അതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ എഴുതാവുന്നതാണ്. നെക്സ്റ്റ് നോക്കാം. Ayyangali was a social reformer who worked for the advancement of deprived, untouchable people in the princely state of Travancore, British India. His efforts influenced many changes that improved the social well-being of these people, who are today often referred to as Dalits. Next, Jyotirao Govindarao Phule was an Indian social activist, thinker, and a social reformer and writer from Maharashtra. His work extended to many fields, including eradication of untouchability and the caste system and women's emancipation. Then Savitribai Phule. Savitribai Phule was an Indian social reformer, educationalist, and poet from Maharashtra. She is regarded as the first female teacher of India. Along with her husband Jyotirao Phule, she played an important and vital role improving women's rights in India. Then next, Kailash Satyarthi is an Indian social reformer who campaigned against child labor in India and advocated the universal right to education. In 2014, he was the co-recipient of the Nobel Peace Prize along with Malala Yousafzai for their struggle against the suppression of children and young people and for the right of all children to education. He is the founder of multiple social activist organizations, including Bachpan Bachao Andolan, Global March Against Child Labour, Global Campaign for Education, and Kailash Satyarthi Children's Foundation. ആകെ 5 പേരെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കൂട്ടുകാർ ഇതിലും കൂടി കുറച്ചുകൂടി സോഷ്യൽ ആക്ടിവിസ്റ്റിനെ ആഡ് ചെയ്തിട്ട് അതിന് കുറച്ചുകൂടി ഇതേപോലെ ഡിസ്ക്രിപ്ഷനൊക്കെ തയ്യാറാക്കിയിട്ട് നല്ലൊരു ആൽബം തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ തന്നെ കൂട്ടുകാർ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.